പണ്ടൊക്കെ ഇരുമ്പാമ്പുളി കണ്ടു വെച്ചാൽ ഞാൻ ആ പരിസരത്തേക്കേ നോക്കാറില്ല. നമ്മുടെ മുറ്റത്ത് തന്നെ ഇരുമ്പാമ്പുളിയുടെ ഒരു ചെറിയ മരം കിട്ടും. അതിലാച്ചാൽ നന്നായിട്ട് ഇരുമ്പാമ്പുളി ഉണ്ടാവും ചെയ്യും. പക്ഷേ ഈ ഇടയായിട്ട് അമ്മ നല്ല അച്ചാറുണ്ടാക്കി തരും ഇരുമ്പാമ്പുളി ഇട്ടിട്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അമ്മ അത് ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ച് അച്ചാർ ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ മാളുമ്മ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും അവളും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. വൈകിട്ടാകുമ്പോൾ വെറുതെ നമ്മുടെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഈ പോത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടി. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്റ്റെക്കായിട്ട് നിന്നു കേട്ടോ. പിന്നെ ആ പോത്ത് ആ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളൊരു വീട് ശ്രദ്ധിച്ചത്. ആ നിൽക്കണതാണ് കേട്ടോ ഞങ്ങൾ പ്രേതപ്പന എന്ന് പറയുന്ന നിൽക്കണ പന. അപ്പോൾ ആ വീട്ടിലേക്ക് നോക്കണ സമയത്ത് മാള് പറഞ്ഞു, ചേച്ചി അവിടെ ഏതോ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അവിടെ ആരെയും കാണാനില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീട്ടിൽ ആരെങ്കിലും ഉമ്മർത്തി ഇരിക്കണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഫോണൊക്കെ വെച്ച് സൂം ചെയ്ത് നോക്കി. പക്ഷേ എനിക്കത് എന്തെങ്കിലും തൂക്കിയിട്ടതാണോ അതൊരാളാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് പേടിയായി തുടങ്ങി. കാരണം ഞങ്ങൾ അവിടെ ആകെ 2 വീടുകളും, അതും ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നതിന് ശേഷം നമ്മളിത് അഞ്ജുവിനെ ഐശ്വര്യനും കണ്ടു. ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ രണ്ടും കൂടിയിട്ട് വേഗത സ്കൂട്ടിയുമ്പോൾ പറപ്പിച്ച് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ ഇത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആള് പോയിട്ടോ. പിന്നെ ഒരു വൈകിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കോടേരി വാവ് ഉണ്ടായിരുന്നു. അപ്പോൾ വാവിൻ്റെ അവിടെ നിന്ന് അച്ഛൻ പോയിട്ട് കുറേ പൊരി, അതുപോലെ തന്നെ 6-ാം നമ്പർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സിനിമയിൽ ഈ കുട്ടീനെ കാണുമ്പോൾ ആദർശേട്ടൻ്റെ ചെറുപ്പത്തിലത്തെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാട്ടോ അച്ഛനമ്മ ഇരിക്കണേ. ഇതിനെ കാണുമ്പോൾ പാവം തോന്നുകയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു കൊളാബിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. മഴ കാരണം രാവിലെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തീരെ വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും അകത്ത് തന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. പിന്നെ സെറ്റുമുണ്ട്, എൻ്റെ ബ്ലൗസ് തന്നെ ഇപ്പോഴേക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ മുന്നൊക്കെ അമ്മയുടെ ബ്ലൗസ് ഞാൻ അങ്ങനെ മാറ്റിയെടുത്തിട്ടായിരുന്നു. ഇപ്പോഴേക്ക് അമ്മയുടെ ബ്ലൗസ് തരി പോലും കയറില്ല. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ അമ്മ ഇതേ മുട്ടയുടെ തൊലിയൊക്കെ പൊളിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാലുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് അച്ഛൻ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് കുറച്ച് നേരം ഉമ്മർത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫോണിൽ തോണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.